ഈ പറഞ്ഞതുപോലെ കുറെ പേർക്ക് വെച്ച് വിളമ്പി അല്ലേ, അതെ. മനസ്സിന് സംതൃപ്തി കിട്ടി. ഏറ്റവും ആദ്യം ഒരു സെലിബ്രിറ്റിക്ക് കൊടുക്കുന്നത് ഒന്ന് ഓർത്തെടുത്താൽ? ഏറ്റവും ആദ്യം കൊടുത്ത ചിത്ര ചേച്ചി. ആ, അത് 95-ലാണെന്ന് തോന്നുന്നു, കോഴിക്കോട്. അപ്പോൾ അന്ന് ഒരു പ്രോഗ്രാമിന്, എന്തോ ഒരു പ്രോഗ്രാമിന് കോഴിക്കോട് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ചിത്ര ചേച്ചിയുടെ ടേബിൾ ബുക്കായി എന്ന് പറഞ്ഞു. ഉം, അപ്പോൾ അത് വന്നു. അന്ന് അത് കഴിഞ്ഞിട്ട് ചിത്ര ചേച്ചിയെ പിന്നെ ഒത്തിരി വർഷങ്ങൾ ശേഷം ഞാൻ കണ്ടിട്ട് ഇത് പറഞ്ഞു. ഉം, 95-ല് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി. അന്ന് ഭയങ്കര, ഞാൻ ഈ റാവിസിൽ വെച്ചിട്ടാണ് കൊടുത്തത്. ഉം, സദ്യ ഉണ്ടാക്കി കൊടുത്തു. ഉം, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, മാഡം ഞാൻ 95-ലും തന്നിട്ടുണ്ട്. ഉം. അപ്പോൾ അത് ഓർമ്മിച്ച് പറഞ്ഞപ്പോൾ മനസ്സിലായി. ആ, ആ, ആ. ഏറ്റവും ആദ്യം എനിക്ക് ഓർമ്മയിലുള്ള സെലിബ്രിറ്റി അതായിരുന്നു. അന്ന് ആദ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ ചിത്ര ചേച്ചിയെ കണ്ടല്ലോ, ചിത്ര ചേച്ചിയും ഫാമിലി ഫുൾ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ആ, ആ ഫുഡ് കഴിച്ചിട്ട് എന്താണ് പറഞ്ഞത്? ഭയങ്കര സന്തോഷമായി. ഞങ്ങൾക്ക് ടിപ്സ് ഒക്കെ തന്നിട്ടാ പോയത്. അതല്ലേ? അതെ, അന്ന് ടിപ്സ് ഒക്കെ തന്നു. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ആയിരുന്നു ബില്ല് പേ ചെയ്ത്. എന്നിട്ട് ടിപ്സ് തന്നു. 100 രൂപ എങ്ങനെ തന്നു. ആ ടൈമിൽ 100 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ വിലയാണ്. ഇത് 95-ലത്തെ ആ, കാലമാണ്. അതെ 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 അതെ. അതെ. പിന്നീടുള്ള ഒരു ഓർമ്മയിലെടുക്കാൻ നമുക്ക് കുറച്ച് താരങ്ങളുടെ അടുത്തേക്ക് പോയാൽ കഴിഞ്ഞാൽ, പിന്നെ ഞാൻ ലണ്ടനിൽ തിരിച്ചിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരുമാതിരിപ്പെട്ട എല്ലാ ഒത്തിരി ഇനി ആർക്കെങ്കിലും വെച്ച് വിളമ്പാനുണ്ടോ? വെച്ചുവിളമാരുണ്ട്. ഒത്തിരി ആഗ്രഹമുള്ള ആഗ്രഹമുള്ള ആരാണ്? ആഗ്രഹമുള്ള ഇപ്പൊ മലയാള സിനിമയിലാണെന്ന് വെച്ചാൽ കുഞ്ചാക്കോ ബോബൻ, അദ്ദേഹത്തെ എനിക്ക് ഇതുവരെ കാണാൻ പറ്റില്ല. ഭയങ്കര സൗഹൃദമാണ്. ആ. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കും. പക്ഷെ അദ്ദേഹത്തെ ഇതുവരെ നേരിട്ട് കാണാം. എന്റെ ഏറ്റവും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഉം. അപ്പൊ പുള്ളി ഇതുവരെ കണ്ട് ഇപ്പൊ നേരിട്ട് അവാർഡും കിട്ടി. അപ്പൊ അവാർഡിന്റെ സന്തോഷത്തിൽ നമുക്കൊന്ന് ഫുഡ് കൊടുക്കണം കൊടുക്കണം. അല്ലെ? അത് അത് കൃത്യമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അവാർഡിന്റെ സന്തോഷത്തിൽ ഷെഫിളിലേക്ക് ചാക്കോച്ചനൊരു ഫുഡ് തന്നെ ഒന്നാണ്. ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും പറയും. അപ്പൊ അദ്ദേഹം ചിലപ്പോൾ നമ്മളിവിടെ ഇതേപോലെ നേരിട്ട് കാണാന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞൊരു 2 വർഷമായിട്ട് ചാക്കോച്ചന്റെ തിരക്കാണ്. തിരക്കെന്ന് പറഞ്ഞാൽ നമ്മളും അതൊക്കെയാണ് കാണുന്നതാണ്. നമുക്ക് ആഗ്രഹം ആഗ്രഹമാണ്. അല്ലേ? അതെ, ചാക്കോച്ചൻ ഒന്ന് ഫുഡ് എനിക്ക് കൊടുക്കണം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അല്ലെ? അതെ, ഇനി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരാളാണ്. മലയാളം ഒത്തിരി അത് ഇനിയും ബാക്കി ഒരുമാതിരിപ്പെട്ടവരൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ. വലിയ ബിഗ് ആയിട്ടുള്ള എല്ലാ ഉം. ലാലേട്ടനും മമ്മൂക്കയും പൃഥ്വിരാജും ആസിഫ് അലി ഇവരൊക്കെ ആയിട്ടെല്ലാം ഈ ലാലേട്ടൻ നല്ല കുക്കാണ്. അയ്യോ, ലാലേട്ടൻ സമയം കിട്ടുമ്പോൾ കുക്ക് ചെയ്യുന്ന ലാലേട്ടൻ സമയം കിട്ടുമ്പോഴല്ല, അദ്ദേഹം സമയം ഉണ്ടാക്കി കഴിക്കും. ഉണ്ടാക്കി കുക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഫോണൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗാലറിക്കകത്ത് നമ്മൾ ഇടയ്ക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു മൊത്തം ഫുഡ് പിക്ചേഴ്സ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മീറ്റിന്റെ ഒക്കെ പിക്ചറൊക്കെ എടുത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വഗ്യു അതൊക്കെ ശരിക്കും അദ്ദേഹമായിട്ട് കുറച്ചു നേരം സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ ഫുഡ് നോളജ്. എന്നെ ലാസ്റ്റ് കണ്ടപ്പം ഓരോരോ പ്രൈം കട്ട് മീറ്റിന്റെ ഒക്കെ ഇത്ര, എന്നിട്ട് അതിന്റെ മാർബിൾ ഇത്ര, ഇത് ഇത്ര. മാർബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മീറ്റിന്റെ ഫാറ്റ് ഒക്കെ വെച്ചിട്ടാണ് അതിന്റെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട്. ഈ വഗ്യു എന്ന് പറഞ്ഞാൽ ജപ്പാനീസ് കട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഓരോരുത്തർ ലാലേട്ടന് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊണ്ടു കൊടുക്കുന്നത് ആംഗസിലെ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ മീറ്റൊക്കെ ഏറ്റവും പ്രൈം കട്ട് മീറ്റൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും ഗിഫ്റ്റ്. നമ്മൾ സാധാരണ വേറെയൊക്കെ അല്ലേ ഗിഫ്റ്റ്. അദ്ദേഹത്തിന് അറിയാവുന്നവരൊക്കെ ഈ ഫുഡിന്റെ ക്രേസും ഇതിനെക്കുറിച്ച് നോളജ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. ഫോണ് മൊത്തം പുള്ളി കുക്ക് ചെയ്യുന്നപ്പോൾ അപ്പൊ ആ വീഡിയോ ഒക്കെ ഞാൻ ലാലേട്ട ഇതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാതെ, ഇതൊക്കെ വൈറലിന്റെ അങ്ങേയറ്റം പോകും. പുള്ളി കുക്ക് ചെയ്യുന്നതും ഫ്ലാംബേ വരുന്നതൊക്കെ അതിനകത്തിരിക്കുകയാണ്. ഇല്ല, ഇതൊക്കെ എന്റെ പേഴ്സണൽ ഹാപ്പിനെസ്സിനാണ് ഓരോരുത്തരെ കാണിച്ചു കൊടുക്കുന്നത്. ഇടയ്ക്ക് പറയുന്നൊക്കെ ഇടയ്ക്ക് ഇടും. ഇടയ്ക്ക് അത് ആരെങ്കിലും ഇടുന്നതാണ്, അദ്ദേഹം ഇടുന്നതല്ല. എനിക്ക് സെമിറംസ കുറച്ചിടാം. അവരൊക്കെ ഇടും. അവരൊക്കെ ചേർത്ത് കുക്ക് ചെയ്യുമ്പോൾ അവര് ഷൂട്ട് ചെയ്യുന്നത്, അദ്ദേഹം ഷൂട്ട് ചെയ്യുന്നത് ഇതേപോലെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ മെമ്മറി ആയിട്ട് അതിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ കിച്ചണിൽ ഇല്ലാത്ത എല്ലാ എക്യുപ്മെന്റ്സും വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. കോമ്പിനേഷൻ ഓവൻ, കോമ്പി ഓവൻ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഒരു വലിയ മിഷലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റ് അല്ല, ആ ഒരു ലെവൽ ഓഫ് റെസ്റ്റോറൻറ്റ്സിലാണ് അങ്ങനെയൊക്കെയുള്ള കുക്കിംഗ് വേണ്ടത്. ഒരു വീട്ടിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് നമുക്ക് ഗ്രില്ല് ചെയ്യാം, സ്റ്റീം ചെയ്യാം, അല്ലെ ഗ്രില്ലും സ്റ്റീമും കൂടെ ഒരുമിച്ച് ചെയ്യാം. റേഷണൽ എന്ന് പറഞ്ഞൊരു ജർമ്മൻ കമ്പനിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓവനാണ്. അതിൻ്റെ ഹോം വേർഷൻ പാക്കോ ജെറ്റ്, പിന്നെ തെർമോമിക്സ് എന്ന് പറയുന്നൊരു ബ്ലെൻഡർ ഉണ്ട്. ഏറ്റവും ഷെഫുമാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു എക്യുപ്മെന്റ്സ്. അതൊന്നും വീടുകളിലൊന്നും കാണാറ്. ഞാനിവിടെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇതെല്ലാം വാങ്ങിച്ചു. അപ്പൊ ഇതിന്റെയൊക്കെ നോളജ് ഉണ്ട്. ഇത് എങ്ങനെ ഉപയോഗിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ സോസ് റെഡിയാക്കണം, എല്ലാ സംഭവങ്ങളും അറിയാവുന്ന ഒരു അദ്ദേഹമാണ് ലാലേട്ടൻ. ഈ ലാലേട്ടന് വെച്ച് വിളമ്പിയല്ലോ, ലാലേട്ടന് ആദ്യം കൊടുക്കുന്ന എന്നാണ്? ലാലേട്ടന് കൊടുത്തത് എനിക്ക് തോന്നുന്നു ലീലയിൽ വെച്ചിട്ടാണ്. അന്ന് 2002 ബോംബെ അല്ല, ബാംഗ്ലൂർ ലീല പാലസിൽ. അന്ന് ബ്രേക്ക്ഫാസ്റ്റ് അദ്ദേഹത്തിന്റെ റൂമിലാണ് സെർവ് ചെയ്യുന്നതൊക്കെ. കൃഷ്ണൻ നായർ സാർ അതിന്റെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഒരു ആളാണ്. അപ്പൊ ലാലേട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ കൃഷ്ണൻ നായർ സാറും വരും ആ ടൈമിൽ ബാംഗ്ലൂർ വരുമ്പോ. അതേപോലെ അപ്പൊ ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ദോശ, ചമ്മന്തി, അതൊക്കെ വളരെ ലൈറ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കുന്നത്. നമ്മുടെ ദോശ ഇങ്ങനെ വളരെ
പുള്ളിക്ക് ചെറിയ കുഞ്ഞു ദോശയാണ് വേണ്ടത്, നല്ല മസാല ദോശയുടെ കണക്കുള്ളതും വേണ്ട, നമ്മുടെ നാട്ടിലെ കുട്ടി ദോശ. എന്നിട്ട് നല്ല നീളൻ ചമ്മന്തി, കടുക്, ചുവന്നുള്ളിയും തേങ്ങയും കൂടെ അരച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കടുകും ചെറിയ ഉള്ളിയും കൂടെ വറുത്ത് വത്തൽമുളകും ആ ലൂസ് ചമ്മന്തി, കുറച്ച് സാമ്പാർ, ഭയങ്കര ഫേവറേറ്റ്. ആ ടൈമിൽ അതൊക്കെയാണ് കഴിക്കുക. അത് കഴിച്ച് ആദ്യം കാണുകയും ആദ്യം കണ്ടത് അവിടെ വെച്ചാണ്. അതെ, അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് കഴിച്ച് അന്ന് പോയി നമുക്ക് ഞാൻ അന്നൊരു ജൂനിയർ ഷെഫാണ്. 2000 ഒരു 20-22 വയസ്സേ ഉള്ളൂ. അങ്ങനെ നമുക്ക് അവരുടെ ലീല പാലസ് എന്ന് പറയുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് അങ്ങനെ പോയി അടുത്തൊന്നും നമുക്ക് ലാലേട്ടനെ കാണാൻ ഇങ്ങനെ വന്നു എന്നുള്ളതല്ലാതെ ഒരുപാട് അന്ന് ഫോട്ടോയോ ക്യാമറയോ ഒന്നും ഇല്ല. ആ സമയം ഫോട്ടോ ഉണ്ട്, അല്ല ക്യാമറയുണ്ട്, നമുക്ക് അങ്ങനെ പോയൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ വെച്ചാണ് ആദ്യം കണ്ടത് ഈ ഒരു ഫുഡ് കൊടുക്കുക. പിന്നെ തിരിച്ച് ലണ്ടനിൽ നിന്ന് വന്നു കഴിഞ്ഞ് റാവിസിൽ വന്നിട്ട് ഒരു ഒത്തിരി തവണ. അന്നത്തെ സംഭവം പിന്നെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഏറ്റവും ലാലേട്ടന്റെ ഒരു ഓർമ്മ വരുന്നത്, ഇപ്പൊ വേൾഡ് കപ്പ് ടൈമിൽ കളി കാണാൻ ദോഹയിൽ വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുണ്ട്, അപ്പൊ അവിടെയാണ് അദ്ദേഹം വരുമ്പോ നിൽക്കുക. അപ്പൊ അവിടെ കുറെ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ എവിടെ ആയാലും ആ ഒരു ചുറ്റുപാടുള്ള ഒരു 20 ഫ്രണ്ട്സ് കാണും, ഏറ്റവും കുറഞ്ഞത് ഒരു 50 പേരെങ്കിലും കാണും ഓരോ സ്ഥലത്തും. അപ്പൊ ഇവരെല്ലാവരും ഇദ്ദേഹത്തെ കാണാനായിട്ട് വരും. അങ്ങനെ അദ്ദേഹം നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഓപ്പൺ ചെയ്ത സമയമാണ്. അവിടുന്ന് അപ്പോൾ ഭക്ഷണം കൊണ്ടുവന്നു, ബിരിയാണി, അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ. അപ്പോൾ ഇവരെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാ ആൾക്കാരും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇനിയും കുറെ ഗസ്റ്റ് വരാനുണ്ട്. അവരുടെ അടുത്ത ഫ്ലൈറ്റിൽ മാധവൻ സാറൊക്കെയാന്ന് തോന്നുന്നു കളിയാണ്. അങ്ങനെയൊക്കെ അവരൊക്കെ, അപ്പൊ അവർക്കുള്ള ഭക്ഷണമുണ്ട്. അപ്പൊ കഴിച്ചു കഴിയുമ്പം എല്ലാവരും എഴുന്നേറ്റ് പിന്നെ ലാലേട്ടന്റെ ചുറ്റും നിന്ന് വർത്താനം പറയുകയാണല്ലോ. അപ്പൊ അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ ഫുഡൊക്കെ അതേപോലെ തന്നെ ഇരിക്കുകയാണ് ബാക്കി. പുള്ളി പെട്ടെന്ന് വന്ന് ഇതെല്ലാം എടുത്ത് മാറ്റി ടേബിളൊക്കെ വൃത്തിയാക്കി ബിരിയാണി അടച്ചു വെച്ച് ചൂടോടെ. എന്നിട്ട് അപ്പം അദ്ദേഹം ഓടി വന്നപ്പോൾ എല്ലാവരും ഓടി, അവിടെ ഒരുപാട് സ്റ്റാഫൊക്കെ ഉള്ള ആ വീട്ടിൽ, എല്ലാവരും ഓടി വന്ന് ലാലേട്ടൻ. അപ്പം പറഞ്ഞില്ല, ഭക്ഷണം ഇനിയും ആൾ കഴിക്കാനുണ്ട്, ചൂടോടെ കഴിക്കണം, ടേബിളൊക്കെ ഇതെല്ലാം. അത് പുള്ളി അവിടുത്തെ വീട്ടിൽ ഗസ്റ്റാണ്. അപ്പൊ അത് പെട്ടെന്ന് വന്നിട്ട് ആ ടേബിൾ എല്ലാം അറേഞ്ച് ചെയ്ത് ഫുഡെല്ലാം എടുത്ത് ലൈൻ. അപ്പൊ അദ്ദേഹം വന്നപ്പോൾ ബാക്കിയുള്ളവരോട് ജോയിൻ ചെയ്തു. അപ്പൊ പറഞ്ഞു ഇനിയും വരാനുണ്ട്, അത് ചൂടോടെ അവരും കഴിക്കണം, അത് അടച്ചു വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അതിനകത്തിരുന്ന് ആ ടേബിളിനകത്തിരുന്ന് ബിരിയാണി കഴിച്ചതല്ലേ, അതെല്ലാം അദ്ദേഹം ക്ലിയർ ചെയ്യാണിരുന്നത്. ഒരു 10-12 പേര് കഴിച്ച ടേബിളാണ്. പുള്ളി അത് സ്വന്തം വീട് പോലെ ഇനിയും ആൾക്കാർ വരാറുണ്ടെന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ വലിയൊരു മനസ്സാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അതൊന്നും അത് ഗംഭീര സംഭവം കേട്ടോ. അങ്ങനെയൊക്കെ ഓർത്തെടുക്കുമ്പോൾ ഈ ഖത്തറിലല്ലേ ഈ ദോഹയില് അവിടെ റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. ഈ പറഞ്ഞ മമ്മൂക്കാനെ ഒന്ന് ഓർത്തെടുക്കുമ്പോൾ, മമ്മൂക്കാനെ ഓർക്കെടുക്കുക, മമ്മൂക്കയുടെ ഭയങ്കര ഒരു പേഴ്സണലായിട്ട് മമ്മൂക്ക കോഴിക്കോട് വന്നു. എന്തോ ഒരു ഷൂട്ടാണോ എന്തോ ഒരു മലപ്പുറത്ത് കണ്ട് ഷൂട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് ഒരു ഉദ്ഘാടനത്തിനായിട്ട് വന്നതാണ്. അപ്പൊ ലഞ്ച് ടൈമിൽ ഭക്ഷണം കഴിക്കാൻ വരും എന്ന് പറഞ്ഞ് കോള് വന്നു. മറ്റേ ഏത് ഹോട്ടലാണ്? റാവിസ് കടവില്. അപ്പൊ തന്നെ നമ്മള് വിളിച്ചു പറഞ്ഞു, ഉണ്ണിച്ചേട്ടനാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ കൂടെ കോഴിക്കോട് വരുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ മമ്മൂക്ക വരും, ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു 1 മണിക്കൂറിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ സാധനം നമുക്കറിയാം. അപ്പോൾ അതൊക്കെ റൂമിൽ കൊണ്ടുവന്ന് 3 പേരുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്തു. പുള്ളിക്കാണെങ്കിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് ഭയങ്കര വിശന്നാണ് വന്നത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ലഞ്ച് കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നത്. അപ്പോൾ ചോറ് കറികൾ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ചെമ്മീൻ കറി, കുറച്ച് ഞണ്ട് ഇഷ്ടമായിട്ട് ഞണ്ടിൻ്റെ ഇറച്ചി മാത്രം എടുത്ത് നമ്മൾ വളർത്തി കൊടുത്തു. പിന്നെ അതേപോലെ കുറച്ച് പച്ചക്കറി, മീനും ഇതെല്ലാം കൂടാണ്. അപ്പോൾ ചെമ്മീൻ കറി ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെറിയ ചെമ്മീൻ, ചെറിയ ഉള്ളിയിലെത്തിട്ടുള്ള ആ ഒരു മാങ്ങയും തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ടുള്ള ഒരു കറിയും ഈ ഞണ്ട് വളർത്തിയതുമാണ്. അത് ഞണ്ട് ഷെല്ലൊക്കെ ആകുമ്പോഴല്ലേ പാട്. ഇത് വലിയ ഈ മഡ് ക്രാബിൻ്റെ മീറ്റ് മാത്രം എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇത് കഴിക്കാം എത്ര വേണമെങ്കിൽ. അപ്പോൾ ഒരു ഭയങ്കര വിശപ്പ് കൊണ്ട് ചോറ് കഴിച്ചിട്ട് ഇത്തിരി ചോറൂടെ എടുക്കാം അല്ലേ. പക്ഷേ പുള്ളി അവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഡിസിപ്ലിൻ ഞാൻ മനസ്സിലാക്കി. ഭക്ഷണത്തിന് അത് നല്ല വിശപ്പുണ്ട്, ഇഷ്ടപ്പെട്ട കറിയാണ്, എന്നിട്ട് കഴിക്കുവാൻ എടുത്തിട്ട് പുള്ളി പറഞ്ഞു വേണ്ട, ഇനി അത് കഴിക്കാൻ പാടില്ല, ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അല്ലാതെ ഈ ഇപ്പോഴും മമ്മൂട്ടിയെക്കുറിച്ചൊക്കെ ആളുകൾ പറയും എന്തൊക്കെയോ ചെയ്തിട്ടാണ് ഈ സൗന്ദര്യം എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു മനുഷ്യന്റെ ഡിസിപ്ലിൻ കൃത്യമായിട്ട് അത് അന്നത്തെ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട പുള്ളി വാദോരാതെ അതിനെക്കുറിച്ച് റെസിപ്പിയെക്കുറിച്ച് എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് 1-2 റെസിപ്പി പറഞ്ഞത്, ഞങ്ങളുടെ കൂടെ ഇരുന്നാണ് കഴിച്ചതൊക്കെ. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ഡിസിപ്ലിൻ, ആഹാരം കഴിക്കുന്നതിനുള്ള ഒരു മിതത്വം എത്രയുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ഉള്ളപ്പം കഴിക്കാതിരിക്കുന്നതാണ് ഡിസിപ്ലിൻ അല്ലേ. നിങ്ങൾക്ക് ലക്ഷറി ആയിട്ട് എല്ലാം കഴിക്കാനുണ്ട്, അല്ലാതെ വിശന്നിരിക്കുമ്പം അല്ലെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കാൻ ഇല്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പേര് പട്ടിണിയെ കിടന്നുണ്ട്. അത് ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാം ഉള്ളപ്പം വേണ്ടാന്ന് വെക്കുന്നതാണ് അതിൻ്റെ ആ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ. അത് പാലിക്കുന്നതാണ് മമ്മൂക്ക. അത് അന്ന് കണ്ടപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി, അദ്ദേഹത്തിന് എത്രമാത്രം കൃത്യമായിട്ടാണ്. ചോറ് വളരെ കുറച്ച്, ഈ കറികളെല്ലാം എടുത്ത് കഴിച്ചു.
വീണ്ടും കഴിക്കാൻ ആഗ്രഹം മനസ്സ് വന്നെങ്കിലും അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ വേണേൽ ഒരു 1 ഡേ ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഇച്ചിരൂടെ കഴിക്കാം. ആ അതില്ല. കിട്ടണം കൂടെ വലിച്ചുവാരി കഴിക്കാൻ ഇല്ല. ചുമ്മാ അതാണ് കിട്ടും കൂടെ അതാണ് അല്ലേ അതൊക്കെ അല്ലേ അതെ. അതാണ് മമ്മൂക്കാടെ സൗന്ദര്യ രഹസ്യം മമ്മൂക്ക വാർത്താ സമ്മേളനത്തിൽ വന്നിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. മമ്മൂക്കാടെ സൗന്ദര്യ രഹസ്യം ഇപ്പൊ കൃത്യമായിട്ട് കിട്ടിയത് ഇപ്പോഴാണ് നമുക്ക് ഭയങ്കരമായ ഒരു ഡിസിപ്ലിൻ ഉള്ള